ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്കാദമിക് ക്രെഡിറ്റ് പരിഷ്കരണത്തിൽ അമർഷം. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം കടുക്കുന്നു. CMRL എക്സാലോജിക് കേസ്. സംസ്ഥാനത്ത് ED റെയ്ഡ് ശക്തമാകുന്നു. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. പുലിക്കളി ഫണ്ട് വിതരണം. ടൂറിസം വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സുരേഷ് ഗോപി. കർണാടകയിലെ വെടിവെപ്പ്. 3 തമിഴർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുത്ത നിലപാടുമായി വിജയ്. വാർത്തകൾ വിശദമായി. അക്കാദമിക് ക്രെഡിറ്റ് വെട്ടിച്ചുരുക്കിയതിനെ തുടർന്ന് അരുണാചൽ സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതിഷേധം ശക്തമാകുന്നു. അക്കാദമിക് ക്രെഡിറ്റ് വ്യവസായങ്ങളിലെ മാറ്റത്തെ ചൊല്ലി കോതമംഗലം മാർ അത്താനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വിദ്യാർത്ഥി പ്രതിഷേധം കടുക്കുന്നു. 3ാം വർഷ BTech വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെ കോഴിപ്പള്ളിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ക്യാമ്പസിനെ പിടിച്ചു കുലുക്കിയത്. 5ാം സെമസ്റ്റർ രജിസ്ട്രേഷന് തൊട്ടുമുൻപ് ആവശ്യമായ ക്രെഡിറ്റ് പരിധി 22ആയി മാനേജ്മെന്റ് പെട്ടെന്ന് ഉയർത്തിയത് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും 19 ക്രെഡിറ്റുകൾ മാത്രമുണ്ടായിരുന്ന മിച്ചി ഇയർബാഗ് ഭീഷണിയിൽ എത്തിയതിനെ തുടർന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ജീവനൊടുക്കിയതെന്നും സഹപാഠികൾ ആരോപിക്കുന്നു. മറ്റ് KTU കോളേജുകളിൽ 18 ക്രെഡിറ്റ് മാത്രം മതിയാകുമ്പോഴാണ് കോളേജ് അധികൃതർ ഈ കഠിനമായ നിയമം അടിച്ചേൽപ്പിച്ചത്. മാനേജ്മെന്റ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും മിച്ചിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ക്ലാസുകൾ ബഹിഷ്കരിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ ഇടപെടലിനെ തുടർന്ന് ഭൗതിക ശരീരം ജന്മനാട്ടിലേക്ക് എത്തിക്കാനുള്ള മുഴുവൻ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പഠന നിലവാരം ഉയർത്താനാണ് ക്രെഡിറ്റ് സിസ്റ്റം പരിഷ്കരിച്ചതെന്നും മാറ്റങ്ങൾ അക്കാദമിക് ബോർഡിന്റെ തീരുമാനപ്രകാരമേ ഉണ്ടാകുമെന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം ശക്തമാക്കി ED. വീണയുടെ ചോദ്യം ചെയ്യലിലെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പിടിച്ചെടുത്ത ഡയറിയിലെ വിവരങ്ങളും അടിസ്ഥാനമാക്കി കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ ED മിന്നൽ പരിശോധന നടത്തി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാനത്ത് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് ED സംഘം മിന്നൽ പരിശോധന നടത്തിയത്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ കരുവന്തുരത്തിലെ വസതിയിലും അശോകപുരത്തുള്ള ഫ്ളാറ്റിലും റെയ്ഡ് നടക്കുന്നുണ്ട്. വീണ പങ്കാളിയായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഓഫീസുകളുമായും ഇടപാടുകളുമായും ബന്ധപ്പെട്ടാണ് നിലവിലെ റെയ്ഡുകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ED മരവിപ്പിച്ചിരുന്നു. അടുത്തിടെ വീണയെ ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ നൽകിയ മൊഴികളിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന പ്രാഥമിക വിലയിരുത്തലാണ് അന്വേഷണം കൂടുതൽ പ്രമുഖരിലേക്ക് വ്യാപിപ്പിച്ചത്. വീണയുടെ വസതിയിൽ നിന്ന് മുൻപ് പിടിച്ചെടുത്ത ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളുടെയും പേരുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പരിശോധനകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിയത്. CMRL ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ തുകകളുടെ വിനിയോഗത്തിൽ പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഏകദേശം 2.78 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ED ഇപ്പോഴും വ്യക്തത തേടുന്നതെന്നും വ്യക്തമാക്കുന്നു. IT സേവനങ്ങൾക്കായി CMRLും എക്സാലോജിക് സൊല്യൂഷനും തമ്മിൽ എങ്ങനെയാണ് കരാറിലെത്തപ്പെട്ടതെന്നും യഥാർത്ഥത്തിൽ സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യത്തിലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് കേരളത്തിൽ മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ രാത്രി വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കിയെങ്കിലും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ സമുദ്രവിവര സേവന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണ ചടങ്ങിൽ സംസ്ഥാന ടൂറിസം വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സംസ്ഥാന ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും മുൻ ടൂറിസം സെക്രട്ടറിമാർക്കുമെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് കേന്ദ്ര പെട്രോളിയം സാംസ്കാരിക സഹമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പും ഉദ്യോഗസ്ഥരും തനിക്കെതിരെ അധമ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും ഇൻക്രെഡിബിൾ ഇന്ത്യ പദ്ധതിയും വഴി അനുവദിച്ച ഫണ്ട് നരേന്ദ്രമോദിയുടെയോ അമിത് ഷായുടെയോ സ്വന്തം കയ്യിൽ നിന്നുള്ളതല്ല, മറിച്ച് പൊതുജനങ്ങളുടെ പണമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇൻക്രെഡിബിൾ ഇന്ത്യ ലോഗോ പതിപ്പിക്കുന്നതിലുണ്ടായ നിയമപരമായ വീഴ്ച കേരള ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതോടെയാണ് ഫണ്ട് ലഭ്യമാകാൻ സാധിച്ചതെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറി ബിജുവിനെയും അന്നത്തെ കളക്ടറെയും നിരവധി തവണ നേരിട്ട് ബന്ധപ്പെട്ടിട്ടും അവർ ഉത്തരം നൽകിയില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിന്റെ പേരിൽ തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തിയ രാഷ്ട്രീയ എതിരാളികൾ പ്രായശ്ചിത്തം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫണ്ട് ലഭ്യമായെങ്കിലും കേന്ദ്രമന്ത്രിയുടെ പരസ്യ വിമർശനം സംസ്ഥാന ഭരണകൂടവും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തർക്കത്തിലേക്കാണ് വിഷയം എത്തിച്ചിരിക്കുന്നത്. കർണാടകയിൽ വന്യമൃഗവേട്ട ആരോപിച്ച് തമിഴരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കർണാടക സർക്കാർ നൽകിയ വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. കർണാടകയിൽ വന്യമൃഗവേട്ട ആരോപിച്ച് 3 തമിഴരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കടുത്ത നിലപാടുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ്. കർണാടക സർക്കാർ നൽകിയ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ചാമരാജനഗർ ജില്ലയിലെ ഹാനൂർ താലൂക്കിൽ താമസിച്ചിരുന്ന ആന്റണി സ്വാമി, ജോൺ റോസ് പീറ്റർ, കുമാർ എന്നിവരാണ് ഓഗസ്റ്റ് 15-ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റു മരിച്ചത്. കാവേരി വന്യജീവി സങ്കേതത്തിന് സമീപത്തായിരുന്നു സംഭവം. വന്യമൃഗവേട്ട നടത്തിയെന്നാരോപിച്ചാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നാണ് കർണാടകയുടെ വിശദീകരണം. അതേസമയം 3 തമിഴർ കൊല്ലപ്പെട്ടിട്ടും തമിഴ്നാട് സർക്കാർ മൗനം പാലിക്കുന്നത് ഞെട്ടിക്കുന്നതാണെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ വിമർശിച്ചിരുന്നു. സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള 14C സഹായയോഗ പോർട്ടൽ വഴി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇരട്ടിയാക്കി അന്വേഷണ ഏജൻസികൾ. കഴിഞ്ഞ 5 മാസത്തിനിടെ 2 ലക്ഷത്തോളം കണ്ടന്റ് ബ്ലോക്കിംഗ് ഉത്തരവുകളാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വഴി നടപ്പിലാക്കിയ പദ്ധതിയാണ് സഹലോഗ്. കഴിഞ്ഞ 5 മാസത്തിനിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് 2 ലക്ഷത്തോളം കണ്ടന്റ് നീക്കം ചെയ്യാനുള്ള ഉത്തരവുകളാണ് ഈ പോർട്ടൽ വഴി ലഭിച്ചിരിക്കുന്നത്. പ്രതിദിനം ശരാശരി 1275 അല്ലെങ്കിൽ ഓരോ 68 സെക്കൻഡിലും ഒരു തടയൽ ഉത്തരവ് എന്ന വലിയ തോതിലാണ് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നിർദ്ദേശം കൈമാറിയത്. പ്രധാനമായും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങളും ശക്തമായ സമയങ്ങളിലാണ് പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവുകളിൽ വൻ വർധനവുണ്ടായത്. കൂടാതെ ഫേസ്ബുക്കിന് 80,000-ഓളവും യൂട്യൂബിന് 15,000-ഓളവും റിക്വസ്റ്റുകൾ ലഭിക്കുകയുണ്ടായി. ഒരു സിംഗിൾ റിക്വസ്റ്റിലൂടെ സമാനമായ ഉള്ളടക്കമുള്ള 100 കണക്കിന് പോസ്റ്റുകൾ നീക്കാൻ സാധിക്കുമെന്നതിനാൽ യഥാർത്ഥത്തിൽ നീക്കം ചെയ്യപ്പെട്ട പോസ്റ്റുകളുടെ എണ്ണം ലക്ഷക്കണക്കിന് വരും. രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ വ്യക്തമായ നടപടിക്രമങ്ങളോടെയും വിവരങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ അനുമതി നൽകുന്ന സെക്ഷൻ 69A മറികടന്ന് അത്തരം സുരക്ഷിതത്വങ്ങളുടെയോ റിവ്യൂ കമ്മിറ്റിയോ ഇല്ലാത്ത സെക്ഷൻ 79 ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് സഹയോഗ് പോർട്ടൽ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ്. അതോടൊപ്പം മെറ്റ പോലുള്ള കമ്പനികൾ സഹയോഗ് പോർട്ടലുമായി തങ്ങളുടെ സംവിധാനങ്ങൾ API വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സർക്കാരിന്റെ പുതിയ IT നിയമങ്ങൾ പ്രകാരം സാധുവായ ഉത്തരവ് ലഭിച്ചാൽ 3 മണിക്കൂറിനകവും വ്യാജ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ അടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങൾ 2 മണിക്കൂറിനകവും നടപടിയെടുക്കുമെന്ന കർശന നിയമപരിധി ഉള്ളതിനാൽ കമ്പനികളുടെ മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായിരിക്കുകയാണ്. അമേരിക്ക-ഇറാൻ സംഘർഷം 6ാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ നീക്കം അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. അതേസമയം കടലിടുക്ക് തുറക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിലുള്ള നിർണായക ചർച്ചകൾ തുടരുകയാണ്.
അമേരിക്ക ഇറാൻ സംഘർഷം 6 മാസത്തിലേക്ക് കടക്കുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ഒമാന്റെ നീക്കം അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി അമേരിക്കയും ഒമാനും ഇറാനുമായും പ്രത്യേകം ചർച്ചകൾ നടത്തിവരികയാണ്. ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഒമാനെതിരെ ട്രംപ് കടുത്ത നിലപാട് സ്വീകരിച്ചത്. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ തുടർ ചർച്ചയുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ധാരണാപത്രം നീക്കാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. സംഘർഷത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നതിനായി ഒമാൻ വ്യക്തമാക്കിയിരുന്നില്ലെങ്കിലും ഇറാനുമായി കടലിടുക്ക് തുറക്കുന്നതിനുള്ള നിർണായക ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയെ 350 ടെസ്റ്റ് വിക്കറ്റ് എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഈ നേട്ടത്തിലെത്തുന്ന 5-ാമത്തെ ഇന്ത്യൻ ബോളറും ആദ്യ ഇന്ത്യൻ ഇടംകൈയ്യൻ സ്പിന്നറുമാണ് ജഡേജ. 4000 റൺസും 350 വിക്കറ്റും ടെസ്റ്റിൽ സ്വന്തമാക്കുന്ന 4-ാമത്തെ താരമായും 90-ാമത്തെ ടെസ്റ്റിൽ തന്നെ ഈ നേട്ടം കൈവരിച്ച ഏറ്റവും വേഗതയേറിയ താരമായും ജഡേജ മാറി. ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിലാണ് ജഡേജ ഈ നേട്ടത്തിലെത്തിയത്. 350 ടെസ്റ്റ് വിക്കറ്റ് നേടുന്ന 5-ാമത്തെ ഇന്ത്യൻ ബൗളറും ഈ നേട്ടത്തിലിരിക്കുന്ന ആദ്യ ഇന്ത്യൻ ഇടംകൈയ്യൻ സ്പിന്നറുമാണ്. ലോകത്ത് 350 വിക്കറ്റ് പിന്നിടുന്ന 3-ാമത്തെ ഇടംകൈയ്യൻ സ്പിന്നർ എന്ന നേട്ടവും ജഡേജ സ്വന്തമാക്കി. രംഗണ ഹെറാത്തും ഡാനിയൽ വെറ്റോറിയുമാണ് പട്ടികയിലെ മറ്റ് താരങ്ങൾ. 4000 ടെസ്റ്റ് റൺസും 350 വിക്കറ്റും നേടുന്ന 4-ാമത്തെ താരമായും ജഡേജ മാറി. കപിൽ ദേവ്, ഇയാൻ ബോതം, ഡാനിയൽ വെറ്റോറി എന്നിവർക്കു പിന്നാലെയാണ് ജഡേജയുടെ ഈ നേട്ടം. 90-ാം ടെസ്റ്റിൽ തന്നെ 4000 റൺസും 350 വിക്കറ്റും തികച്ച് ജഡേജ പുതിയ റെക്കോർഡും സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്കാദമിക് ക്രെഡിറ്റ് പരിഷ്കരണത്തിൽ അമർഷം. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം കടുക്കുന്നു. CMRL എക്സാലോജിക് കേസ്. സംസ്ഥാനത്ത് ED റെയ്ഡ് ശക്തമാകുന്നു. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. പുലിക്കളി ഫണ്ട് വിതരണം. ടൂറിസം വകുപ്പിനും ഉദ്യോഗസ്ഥർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സുരേഷ് ഗോപി. കർണാടകയിലെ വെടിവെപ്പ്. 3 തമിഴർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കടുത്ത നിലപാടുമായി വിജയ്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമായി. നന്ദി.